വിവാഹവും കുഞ്ഞുങ്ങളും വേണ്ടെന്നും കുടുംബജീവിതം ഭാരമാണെന്നും യുവതലമുറ കരുതുമ്പോൾ സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ട് ഉദരത്തിലെ കുഞ്ഞിന് ജനിക്കുവാൻ അവസരമൊരുക്കിയ സ്വപ്ന ട്രീസയുടെ ജീവിതം സഭയിലും സമൂഹത്തിലും ശക്തമായ സാക്ഷ്യമായി മാറുന്നു. ചിറ്റാറ്റുകര ചിറ്റിലപ്പിള്ളി സ്വപ്ന ജോജു ദമ്പതികൾക്ക് 8ാമത്തെ കുഞ്ഞ് ജനിക്കാനിരിക്കുമ്പോഴാണ് സ്വപ്നയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാവാതിരിക്കാനായി രോഗപ്രതിരോധത്തിന് മരുന്നുകൾ കഴിക്കുവാൻ അമ്മ തയ്യാറായില്ല. തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും കുഞ്ഞിന് അപകടം വരാതിരിക്കുവാനായി സർജറിയും കീമോതെറാപ്പിയും വൈകിപ്പിച്ചു. ഇതിനകം ജന്മം നൽകിയ 7 കുഞ്ഞുങ്ങളെ അനാഥരാക്കാതെ രോഗചികിത്സയ്ക്കായി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അപായപ്പെടുത്തുന്ന ചികിത്സാമുറകൾ സ്വീകരിക്കുവാൻ ഉപദേശിച്ചവരോട് ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ 7 കുഞ്ഞുങ്ങളെ ആർക്കും വളർത്താം, എന്നാൽ എൻ്റെ ഉദരത്തിലെ ശിശുവിന് ജന്മം നൽകുവാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. ഈ നിശ്ചയദാർഢ്യത്തോടെയാണ് അവർ 8ാമത്തെ കുഞ്ഞായ ഫിലോമിന രോഷ്നിക്ക് ജന്മം നൽകിയത്. ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സായിരുന്ന സ്വപ്ന കുഞ്ഞിന് അപകടം വരാതെ 6ാം മാസത്തിന് ശേഷം സർജറിയും കുഞ്ഞിനെ പ്രസവിച്ച ശേഷം കീമോതെറാപ്പിയും സ്വീകരിച്ചു. ഫിലോമിനയ്ക്ക് 1.5 വയസ്സായ ശേഷമാണ് സ്വപ്ന മരണത്തിന് കീഴടങ്ങിയത്. 2017 ക്രിസ്തുമസ് ദിനത്തിൽ ഒരു കുടുംബത്തിൻ്റെ വിശ്വാസ സാക്ഷ്യമായിരുന്ന സ്വപ്നയുടെ മഹനീയ ജീവിതം അവസാനിച്ചു. സ്വപ്നയുടെ ജീവിതം കനലായൊരമ്മ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യാപകരായ AD ഷാജു, ജോജുമോൾ ദമ്പതികൾ ചേർന്ന് എഴുതിയ ഗ്രന്ഥം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു. പ്രകാശനത്തോടനുബന്ധിച്ച് ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ അനുസ്മരണ ദിവ്യബലിയും അർപ്പിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കാരുണ്യത്താൽ ആ വിശുദ്ധി കൂടുതൽ അറിയപ്പെട്ട് അതിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരട്ടെ. നമ്മൾ അന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ സ്വപ്ന ട്രസ്റ്റിമാർ അരൂപിയിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഈ ആരാധന, ഈ കുർബാന അർപ്പണത്തിൽ തന്നെ സ്വപ്ന ട്രസ്റ്റി നമ്മളോടുകൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. തൊഴിൽവാസികളും ഉപവാസികളും ഒന്നിച്ചാണ് ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുന്നത്. തുടർന്ന് സെമിത്തേരിയും സ്വപ്ന ട്രീസയുടെ വീടും മാർ ജോർജ് ആലഞ്ചേരി സന്ദർശിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പുസ്തകത്തിൽ അനുഗ്രഹ സന്ദേശം എഴുതിയിരിക്കുന്നു. KCBC പ്രൊലൈഫ് സമിതിയുടെ ആനിമേറ്റർ സാബു ജോസാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കോട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സഹവികാരി ഫാദർ ആൽവിൻ അക്കര പാട്ടിയേക്കൽ, ചിറ്റിലപ്പിള്ളി മഹാകുടുംബസംഗമം പ്രസിഡന്റ് സാൻഡി ഡേവിഡ്, ചിറ്റാറ്റുകര ചിറ്റിലപ്പിള്ളി കുടുംബയോഗം പ്രസിഡന്റ് CJ വർഗീസ് മാനത്തിൽ എന്നിവർ സംസാരിച്ചു. വിശിഷ്ട വൈദികരും സന്യാസിനികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങളും സ്വപ്നയെക്കുറിച്ചുള്ള ഗാനാലാപനവും ചടങ്ങിനെ മാറ്റുകൂട്ടി. സ്നേഹവിരുന്നും നടന്നു. അമ്മ താരകൻ